പാർവതി. ഞാൻ സുമേഷ്. ആദ്യ. സിദ്ധാർത്ഥ്. പ്രീതു. ആദിത്യ. വേദാന്ത് മേനോൻ. വിക്രാന്ത്. തിരുമേനി. ഇതാ പൂജയൊക്കെ കാര്യമായിട്ട് നടക്കട്ടെ. നമ്മുടെ ഈ അമ്പലത്തില് വർഷങ്ങളായി ഒരു വിശ്വാസമുണ്ട്. ഒരു പയ്യന് ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഈ ദേവിയുടെ കുങ്കുമം ചാർത്തിയ അവർ രണ്ടുപേരും പിന്നീടുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കും. മാത്രമല്ല അവരുടെ ആ ജോഡി 7 ജന്മങ്ങളിലും ഒന്നിച്ച് തന്നെയായിരിക്കും. ഇതന്നെ ഞങ്ങൾക്കും വേണ്ടത്. ഓഹോ, കാര്യങ്ങളൊക്കെ ഇവള് റൂട്ട് മാറ്റി കൊണ്ടുപോവാണല്ലോ. ഹേയ്, നിന്റെ ഭാര്യയാവാൻ പോകുന്നത് ഞാനാണെന്ന് ഓർത്തു. ഞാൻ നിന്റെ കൺമുന്നിൽ തന്നെയല്ലേ നിൽക്കുന്നേ. ഡൈവേർഷൻ ഒന്നും വേണ്ട, എന്റെ സ്വഭാവം മാറും. അയ്യോ കാലില് എന്തോന്ന് എഴിഞ്ഞു പോകുന്നത് പോലെ തോന്നി. എന്തിനാ ഇങ്ങനെ വെറുതെ ലേറ്റ് ആക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വേഗം തിരിച്ചു പോകാലോ. ഓഹോ, ഇവള് ഡ്രാമ കളിക്കാൻ വന്നതല്ലേ? ഡ്രാമ കളിച്ച് പതുക്കെ പതുക്കെ ബോസിന്റെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയുള്ള ശ്രമമാ. അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല വേദാന്ത്. കുങ്കുമം ഇട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റാവില്ലേ? നോ,
വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് പ്രശ്നമായാ അത് ശരിയാവില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെ ഇപ്പൊ നല്ലത്. ഇവിടെ നോക്കൂ, വൈകിപ്പിക്കേണ്ട. പറഞ്ഞതൊക്കെ വേഗം ചെയ്തു തീർത്തോളൂ. ഭക്തന്മാരൊക്കെ കാത്തിരിപ്പുണ്ട്. അവർക്കും പോയിട്ട് കാര്യങ്ങളുള്ളതല്ലേ. ആദിത്യയുടെയും പാർവതിയുടെയും കല്യാണം വേഗം നടക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ഇവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ. ഇല്ല, ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. മാം എങ്ങാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞ പിന്നെ എന്നെ വെറുതെ വിടില്ല. ആദിത്യ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നുന്നേ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഇവരെ രണ്ടുപേരും ഒരുമിപ്പിക്കണം. എന്റെ അവസ്ഥ എന്താ എപ്പോഴും എങ്ങനെയായി പോകുന്നത്? ഞാൻ സ്നേഹിക്കുന്ന വേദിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കുങ്കുമം കിട്ടില്ല. പകരം ആദിത്യയുടെ കൈകൊണ്ട് കുങ്കുമം ഞാൻ വാങ്ങേണ്ടി വരും. ഇല്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, എന്റെ വേദിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കുങ്കുമം ചാർത്തണം. സുമേഷേ, പേടിക്കണ്ട. ഇവരെ ഒന്നിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. Come on. ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം ഈശ്വര, എന്റെ ടൈമിംഗ് പെർഫെക്റ്റ് എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് കലക്കി. എന്നെക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണല്ലോ ഇത്. എനിക്ക് സന്തോഷമായി. എന്താ കഴിഞ്ഞോ നിന്റെ ചലഞ്ചൊക്കെ? ആ ഈശ്വരന് പോലും അറിയാം ഞാൻ സാറിനുള്ളതാണെന്ന്. പക്ഷെ അത് സാറിന് മനസ്സിലാവില്ല അല്ലേ? പാറു, ഇവരോടൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? ചലഞ്ചാണത്രേ ചലഞ്ച്. വാ നമുക്ക് പോ. വന്നേ.
പാറു നിക്കേ. അമൂല്യ, ഒന്ന് നിന്നേ. അമൂല്യ ഒന്നവിടെ നിക്ക്. നിന്നോടല്ലേ നിക്കാൻ പറഞ്ഞേ? നിക്കാനല്ലേ പറഞ്ഞേ? നിക്കടി ഇവിടെ. നിങ്ങൾക്ക് രണ്ടും ചെവി കേക്കില്ലേ? കാലിൽ ചക്രം പിടിപ്പിച്ച പോലെ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? നിങ്ങൾ എന്തിനാ പുറകെ വന്നേ? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പുറകെ വരാൻ. നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്ന പുതിയ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ കൂടെ പൊയ്ക്കോ. ഞങ്ങൾക്കൊന്നുമില്ല. നിങ്ങളെ പോലുള്ള ചതിയന്മാരെ ഞങ്ങൾക്ക് വേണ്ടതാനും. പ്ലീസ് ലിസൺ ടു മീ. എന്താ നിങ്ങൾ എന്ത് പറയുന്ന കേക്കണ്ടേ? ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് അവർക്ക് ഫുഡ് കൊടുക്കുമല്ലേ? ഞങ്ങളെക്കാളും അവരാണല്ലേ നിങ്ങൾക്ക് വലുത്. കോഫി കുടിപ്പിക്കണോ അല്ലേ? ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ ചലഞ്ച് കാരണമാണെന്ന് അറിയില്ലേ? ഇതിനൊക്കെ കാരണക്കാര് നിങ്ങൾ തന്നെയാ. അതെ, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. അതിന് നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പ്രതികാരം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. മനസ്സിലായി. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ആ കുങ്കുമം ഇടുന്ന സമയത്ത് പോലും നിങ്ങൾ ഞങ്ങളെ ഓർത്തില്ലല്ലേ? എന്ത് സംഭവിച്ചാലും ചാലഞ്ചിനെ തോക്കാൻ പാടില്ലെന്നോർത്ത് അവർക്ക് തന്നെ കുങ്കുമം ഇടാൻ പോയില്ലേ? എന്തൊരു മനസ്സാ നിങ്ങളുടെയൊക്കെ. നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ച തെറ്റിന് ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചാൽ മതിയാവും. ഐ എം സോറി അമൂല്യ. ഐ എം റിയലി സോറി. അതെ പാറു, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കേ. കുങ്കുമിടാൻ ഞങ്ങൾക്കും താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ കൈ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെങ്കിലും ചെയ്ത് തീർക്കണമെന്നേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. അവരെ രണ്ടുപേരെയും മാറ്റി നിങ്ങൾ മുന്നോട്ട് വരുമെന്നേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. സത്യം, വേദാന്ത് പറയുന്ന 100% ശരിയാ. ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ച. ഞങ്ങൾക്ക് വേറെ ആരെയും വേണ്ട. അങ്ങനെ മറ്റാരെങ്കിലും വേണമായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുൻപേ ആവായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെയാ വേണ്ടത്. നമ്മളെ തമ്മിൽ ഒന്നിപ്പിച്ചത് ആ ഈശ്വരനല്ലേ? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ വെറും ഡ്രാമയാ. ആ പെൺകുട്ടികൾ വന്നത് വെറുതെ ആക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? സിറ്റുവേഷൻ പറഞ്ഞപ്പോ അവർ ആക്ട് ചെയ്യുന്ന സമ്മതിച്ചു, അത്രേ ഉള്ളൂ. ഓഫ് കോഴ്സ് യെസ്, ഡ്രാമ എന്ന് അറിഞ്ഞിട്ട് അവർ വന്നത്. ഇൻഫാക്ട് നമ്മൾ എൻഗേജ്ഡ് ആണെന്നും അവർക്ക് അറിയാം. നിങ്ങളെ വേദനിപ്പിച്ചതിന് ഞങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ? എക്സാക്ട്ലി, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് സത്യമാണ് പാർവതി. ഇതൊരു ഡ്രാമ ആയതുകൊണ്ടാണ് സമ്മതിച്ചത്. പക്ഷെ കാര്യങ്ങളൊക്കെ കൂടുതൽ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാരണം പാർവതിക്ക് ഇത്ര ഹേർട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. വെറുതെ ഇതിൽ ഇൻവോൾവ് ആയതോർത്ത് എനിക്ക് ശരിക്കും കിട്ടുണ്ടായിരുന്നു. ദേവി ഇതിനോട് ക്ഷമിക്കു പാറു. ആ ഇവളൊക്കെ ഇനി ഒരുത്തി കൂടി ഉണ്ടല്ലോ, 1000 കൊടുത്ത് അഭിനയിക്കുന്ന ഒരുത്തി. അവളേതാ? ആരുടെ കാര്യം ചോദിക്കുന്നത്? അവിടെ നിൽക്കുന്നില്ലേ അവളുടെ കാര്യം. ഹലോ, എന്താ നിങ്ങൾ സൈലന്റ് ആയത്? എന്താ കാര്യം? അത് അവളുടെ പേര് അഹല്യ എന്നാ. എന്റെ ഗേൾഫ്രണ്ടായി വന്നത് ആദിയുടെ ഫ്രണ്ടാ. ആദിയുടെ ഗേൾഫ്രണ്ടായി വന്നത് എന്റെ ഫ്രണ്ട് അഹല്യ. ഫ്രണ്ടോ? കോളേജ് മേറ്റ്. അത്രേ ഉള്ളോ? അല്ലല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. സുമേഷില്ലേ, സുമേഷിന്റെ ഫ്രണ്ടാ. സുമേഷിന്റെ ക്ലോസ് ഫ്രണ്ട്.
എന്താ വേദാന്തിന്റെ കോളേജ് മേറ്റ് സുമേഷിന്റെ ഫ്രണ്ടോ? എന്റെ ക്ലോസ് ഫ്രണ്ടാ. എങ്ങോട്ട് പോകാം മോളെ? നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ബോസ്, ഞാൻ ഇവിടെ സേഫ് ആയിട്ട് തിരിച്ചുകൊണ്ടാക്കിയിട്ട് വരാം. ഫ്രണ്ട് ഫ്രണ്ട്. ഇതാ സംഭവിച്ചത്. സുമേഷ്, leave me. Leave me. മിണ്ടാതെ വന്നേ. കൈ വിടടോ. താൻ എന്നോട് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? മറന്നുപോയോ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഓൾറെഡി കമ്മിറ്റഡാ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് വാക്ക് തന്നാ? Shut up. ഞാൻ ഈ ഡ്രാമയ്ക്ക് സമ്മതിക്കുന്നതിന് മുമ്പ് താൻ എനിക്ക് എന്ത് വാക്കാ തന്നത്? എനിക്ക് കിട്ടേണ്ട ന്യായം എന്താണോ അതെനിക്ക് നേടിത്തരാന്ന് പറഞ്ഞിരുന്നില്ലേ? എനിക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് എന്റെ വേദനയാ. എന്റെ വേദന എനിക്ക് മര്യാദയ്ക്ക് താ. വേണോന്ന് പറഞ്ഞ ഉടനെ എടുത്തു തരാനായിട്ട് എന്താ വല്ല കടൽ വറുത്തതാണെന്നാണോ വിചാരിച്ചേ? എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കേണ്ട സുമേഷ്. എനിക്ക് വേദന കിട്ടണോന്ന് പറഞ്ഞ കിട്ടണം. അവനെ എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ ഇത് വിടില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായം എന്തായാലും ഞാൻ നേടിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങി തന്നിരിക്കും. ന്യായമായി നിങ്ങൾക്ക് കിട്ടേണ്ടത് പറഞ്ഞ പോലെ നിങ്ങള് സേഫ് ആയിട്ട് പെട്ടെന്ന് അവിടെ എത്തുന്നതായിരിക്കും നല്ലത്. വാ വാ വാ, വിട് എന്റെ കൈ വിടാൻ. ഇറങ്ങി വാ. അയ്യോ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എടാ സുമേഷ്, താൻ ലിമിറ്റ് മറികടക്ക പറഞ്ഞിട്ടുണ്ട്. ആരാ സാർ ഇത്? ഇതെന്താ പ്രാന്തി വല്ലതുമാണോ? ഇവരെവിടെയാ ഡ്രോപ്പ് ചെയ്യണ്ടേ? അയ്യോ, ഇതൊരു തരം സൈക്കോയാ. എപ്പോഴും ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കും. നോക്ക്, പൂച്ച കെട്ടിക്കൊണ്ട് കളയുന്നത് പോലെ ദൂരെ എവിടെയെങ്കിലും കളയണം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അത് കാര്യം. സോറി. എടോ, എവിടെയെങ്കിലും സേഫ് ആയിട്ട് കൊണ്ടാക്കണം. അല്ലെങ്കിൽ അവരുടെ വീടിന്റെ അഡ്രസ് പറഞ്ഞു തരും. അവിടെ സേഫ് ആയിട്ട് കൊണ്ട് നാക്കിയാലും ഓക്കെ സാർ, ശരി. എടോ, എന്റെ കൈന്ന് വിട്. അകത്തോട്ട് കേറ്. ഡ്രൈവറെ വണ്ടി എടുത്ത് സുമേഷ്, I will not leave you. അങ്ങോട്ട് കേറിയിരിക്കും. പോട്ടെ. എന്റെ അമ്മേ, ഒരു ശനി ഒഴിഞ്ഞു. ഹലോ ഡിയർ ബ്രദേഴ്സ്, നിങ്ങളുടെ ഡ്രാമയൊക്കെ ഇതോടെ അവസാനിപ്പിച്ചേക്ക്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മതി. ഞാനിതോടെ നിർത്താം. അവരുടെ വിഷമം കണ്ടിട്ടേ ഞങ്ങൾക്ക് സമാധാനം കിട്ടാത്തത്. കറക്റ്റ്. അവര് പറയുന്നത് ശരിയല്ലേ? അവര് പറയുന്നത് മാത്രമാണോ ശരി? ഞങ്ങളുടെ വിഷമം പ്രശ്നമല്ലേ? ഞങ്ങളുടെ സ്വഭാവം ശരിയല്ല. മാത്രമല്ല, അവരെ ഞങ്ങൾക്ക് കിട്ടിയാനെ വലിയ കാര്യമെന്നാ പറയുന്നത്. അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞപ്പോ എന്താ പ്രശ്നം? അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ദേഷ്യമാണെങ്കിലും വിഷമാണെങ്കിലും അവർ നിങ്ങളോടല്ല ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റെന്താ വേണ്ടത്? അല്ല, അവരുടെ ഫീലിങ്സ് നിങ്ങളോടല്ലാതെ മറ്റാരോടാ ഷെയർ ചെയ്യേണ്ടത്? പറഞ്ഞേ. അളിയൻ പറഞ്ഞ ശരിയാ. റൗഡി കൊച്ചും പാർവതിയും പറഞ്ഞതൊക്കെ വളരെ ശരിയായിരുന്നു. എന്തായാലും ഇവരെക്കാളും ഗ്രേറ്റ് അവര് തന്നെ. എക്സാക്ട്ലി. അവര് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ പുണ്യ, നിങ്ങളുടെ ഭാഗ്യ. നിങ്ങൾ ശരിക്കും അവരെ ഹേർട്ട് ചെയ്യാ ചെയ്ത്. വെറുതെ ഹേർട്ട് ചെയ്യാൻ മാത്രമല്ല, അവരുടെ മനസ്സെ നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ്, അതിന് ഞങ്ങൾ സോറി പറഞ്ഞില്ലേടോ.
ഇനി അവരുടെ മുന്നിൽ പോയി ഞങ്ങൾ കാലേ കാണി പിടിക്കണോ? അതിലെന്താ തെറ്റ്? അവര് നിങ്ങളുടെ പെണ്ണല്ലേ. അവരെ സമാധാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അവരുടെ മുമ്പിൽ പോയി അവര് പറയുന്നത് എല്ലാം ചെയ്യണം.